ഹലോ ഗായ്സ്, ഇന്നൊരു ചക്കപ്പുഴുക്കും മീൻ കറി ആയാലോ. ഞാനും അമ്മച്ചിയും കൂടെ ചക്ക അരിഞ്ഞു പെറുക്കി സെറ്റ് ചെയ്ത് ഇങ്ങടുത്തെ. അപ്പോഴത്തേനും തേങ്ങ ആവശ്യമായിരുന്നു. തേങ്ങയൊക്കെ പോയി പൊതിച്ച് പെറുക്കി വന്നപ്പോഴത്തേനും അമ്മച്ചി അടുപ്പിലോട്ട് ചക്ക വേവിക്കാനായിട്ടങ്ങ് വെച്ചു കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ചിരവി അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് അതിന് തന്നെ ഈ കട്ടിയുള്ള ഐറ്റംസൊക്കെ അരച്ചെടുത്തിട്ട് ലാസ്റ്റ് തേങ്ങ അങ്ങ് ഒതുക്കിയായിട്ട് എടുക്കുന്നത്. ഞങ്ങൾ ചക്കയൊക്കെ വെക്കാൻ നേരത്ത് ഏറെക്കുറെ അമ്മിയിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ചത് വെന്തായിരുന്നു. പിന്നെ അരപ്പിട്ട് ഇളക്കിയെടുത്തപ്പോൾ ചക്കപ്പുഴുക്ക് റെഡി. പിന്നെ നമ്മുടെ മീൻകറി വെക്കാൻ പോകും കേട്ടോ. മീൻകറി മാങ്ങയിട്ടൊക്കെയാണ് വെക്കുന്നത്. ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് ഉലുവയൊക്കെ ഇട്ട് അതൊന്നും പൊട്ടി വന്നപ്പോഴത്തേനും നമ്മുടെ സാധാരണ ഇടുന്ന തന്നെ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് മൂത്തേ. പുളിക്ക് പകരം 5-6 മാങ്ങയൊക്കെയാണ് ഇട്ടത്. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഞങ്ങൾ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. പിന്നെ അത് തിളച്ച് വന്നപ്പോൾ ഞങ്ങളുടെ മീൻകുട്ടന്മാരില്ലേ അതിനെ എല്ലാത്തിനും പിടിച്ച് അതിനകത്തേക്ക് ഇട്ടേ. പിന്നെ ഇനി ഇതിനും കൂടെ ഒരു തിളയൊക്കെ വന്നിട്ട് വേണം നമ്മൾ കുറച്ച് അരപ്പിട്ട മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തിളച്ച് വന്നപ്പോഴത്തേനും ഞങ്ങൾ അരപ്പൊക്കെ ഇട്ടു കേട്ടോ. ഇനിയും പയ്യെ വേണം ഇളക്കാൻ, അല്ലേ മീനെല്ലാം പൊടിഞ്ഞു പോവേ. പിന്നെ അതൊന്ന് സെറ്റ് ചെയ്യുന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മീൻകറി അങ്ങ് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഞാൻ രണ്ടും കൂടെ കഴിച്ചു കേട്ടോ. ഒത്തിരി നാൾ കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.